നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിനാശകാലേ വിപരീത ബുദ്ധി. കേരളത്തിൻ്റെ നവോത്ഥാന നായകനെന്ന് സ്വയം സങ്കല്പിക്കുന്ന നമ്മുടെ കപ്പിത്താനെ ആരോ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ ചതിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ശമ്പളം കിട്ടാത്തതോ അല്ലെങ്കിൽ സഖാക്കളുടെ പിൻവാതിൽ നിയമനം ലഭിക്കാത്തതോ ആയ ഒരു ഉപദേശകൻ്റെ തലയിൽ ഉദിച്ച ആശയമായിരിക്കും ഇന്നിപ്പോൾ പൊളിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ നവകേരള സദസ്സ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നതാണ് സത്യം. പക്ഷേ ആ സത്യം മൂടിവെക്കാൻ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും പോലീസുകാരും കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും ബംഗാളികളും ഒരുമിച്ച് നിന്ന് ശ്രമിക്കുകയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പൊതുയോഗമോ ജാഥയോ റാലിയോ വന്നാൽ പാടത്ത് പണിയെടുക്കുന്ന ജാനകിയേടതി മുതൽ വേലായുധനും സുബ്രഹ്മണ്യനും ഒക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്ന കാലഘട്ടം അവസാനിച്ചു. നവബംഗാൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ജ്യോതിബാസുവിൻ്റെ അണികളായ പെറോട്ടക്കാരാണ് പാർട്ടിയുടെ പരിപാടികൾ പരിപോഷിച്ചു കൊണ്ടുവരുന്നത്. ഓരോരോ ദിവസവും ഓരോ മണ്ഡലങ്ങളിൽ ഒരു യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരൻ വെച്ച് നീട്ടുന്ന കരിങ്കൊടികൾ, ശബരിമലയിലേക്ക് പോകേണ്ടിയിരുന്ന പോലീസുകാരെ ഒന്നടങ്കം റോഡ് വക്കുകളിൽ അണിനിരത്തിയിട്ടും യൂണിഫോം ഇട്ട പാർട്ടി ഗുണ്ടകളെ കൂടെ കിട്ടിയിട്ടും കറുത്ത ഷൂവായും കറുത്ത കൊടിയായും നവോത്ഥാന നായകനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ കപ്പിത്താൻ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ കരിങ്കൊടി, കരിയോയിൽ, കരിമണൽ പ്രയോഗങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റിന് ഇറാഖിൽ വരവേൽപ്പ് നൽകിയ ഷൂ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നായകൻ്റെ ഉറക്കം കളഞ്ഞു കുറിച്ചിരിക്കുകയാണ്. കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ മേലെ ഇരുന്ന് ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാകും. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത ജോഡോ യാത്രയും ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്രയും ടി വിയിൽ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ വ്യാമോഹമാണ് ഇന്നിപ്പോൾ ഒരു കീറാമുട്ടി യാത്രയായി പരിണമിക്കുന്നത്. യാതൊരു പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഇല്ലാതെ എങ്ങനെയൊക്കെയോ നടന്നുപോയ ആ രണ്ട് യാത്രകളിലും കാണാനായ ജനകീയതയും സ്വീകാര്യതയും എന്തുകൊണ്ടാണ് എനിക്കും ആയിക്കൂടാ അല്ലെങ്കിൽ കിട്ടിക്കൂടാ എന്ന് ആ അഹങ്കാര മനസ്സിൽ തോന്നിയപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഒരു ബസ് വാങ്ങി പുറപ്പെട്ടതാണ്. ആ ബസ്സിൽ ആരും അറിയാത്ത അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത കുറേ മന്ത്രിമാരെ കുത്തി നിറച്ചു തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കും, എവിടെ അവസാനിപ്പിക്കും, എപ്പോൾ അവസാനിപ്പിക്കും എന്നറിയാതെ നട്ടം തിരിയുകയാണ്. നാട്ടുകാർ വിചാരിച്ചത് പരാതി സ്വീകരിക്കാനാണ് യാത്രയെന്നാണ്. തുടങ്ങിയപ്പോഴേ പ്രതിപക്ഷം പറഞ്ഞതാണ് സർക്കാർ ചെലവിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമാണ് പദ്ധതിയെന്ന്. അന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ചു. ഒടുവിൽ പാലായിലെത്തിയപ്പോൾ ചാഴിക്കാടൻ എം പി എന്തോ പരാതി പറഞ്ഞപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. അപ്പോൾ മുഖ്യൻ തന്നെ തെളിച്ചങ്ങ് പറഞ്ഞു, ഇത് പരാതി സ്വീകരിക്കലല്ല, പരാതി പറയൽ പരിപാടിയാണെന്ന്. ഒന്നോർക്കുക, ഒരു ബസ്സിലും ആളെ ഇറക്കാതെ 20,000 പേർ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് കണ്ണീരൊപ്പി 19 മണിക്കൂർ നേരം ഒരേ ഒരു നിൽപ്പ്. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം. ജനമനസ്സറിയാത്തവർക്ക് എന്ത് ജനസദസ്സാണ്.